ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ജസ്റ്റ് ഇന്നൊരു ഔട്ടിങ്ങിന് പോവാണ്. നമ്മൾ എവിടെയാണ് ഔട്ടിങ്ങിന് പോകുന്നത്? നമ്മൾ BNQലാണ് പോകുന്നത്. ഹോളിവുഡ് എക്സ്ചേഞ്ചിൻ്റെ അടുത്തുള്ള. നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. അവിടെ ചെടികളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ചെടികളും നോക്കണം, പിന്നെ വേറെ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ നോക്കാമെന്ന് വിചാരിച്ച് പോകുന്നത്. കണ്ണൻ സ്കൂളിൽ പോയേക്കുക. കൺമണിക്ക് ഇന്ന് സ്കൂളില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അതിലെ കാഴ്ചകൾ നമുക്കത് കാണാം. നമുക്ക് പോയാലോ? വാ. ടൈറ്റാനിക് ഉണ്ടാക്കിയ പോർട്ടിലെ ക്രെയിനാണിത്. ഇവിടെ വിക്ടോറിയ പാർക്കാണ്. നമ്മൾ ഇടയ്ക്ക് വരാറുണ്ട് കുട്ടികളെ കൊണ്ട്. പക്ഷേ തണുപ്പത്ത് വരുന്ന ഭയങ്കര പാടാണ്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. അല്ലാത്ത സമ്മർ ടൈമിലൊക്കെ നന്നായിട്ട് ഔട്ടിങ്ങിനൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലം. നമ്മൾ ബെൽഫാസ്റ്റിലെ ഐക്കിയ പോകുന്നതും ഈ എയർപോർട്ട് റൂട്ടിൽ തന്നെയാണോ? ഇതാണ് ഇവിടുത്തെ എയർപോർട്ട്. നമ്മൾ ആദ്യമായിട്ട് ബെൽഫാസ്റ്റിൽ വന്നപ്പോൾ ഇവിടെയായിരുന്നു വന്ന് ഇറങ്ങിയത്. ഇതാണ് ഹോളിവുഡ് എക്സ്ചേഞ്ച്. ഇവിടെ ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സസ് ഉണ്ട്. ഐക്കിയ, ലിഡില്, BNQ. നമ്മളിന്ന് BNQലാണ് പോകുന്നത്. പിന്നെ ആർഗോസും സെയിൻസ്ബറീസും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ മെയിനായിട്ടുള്ള കുറേ കടകളാണ്. ഇത് ഐക്കിയാണ്. ഐക്കിയയുടെ സൈഡിൽ കൂടെയുള്ള റോഡ്. നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയായിരുന്നു. നമ്മളൊരു ടേൺ എടുത്തില്ല. അപ്പം ഐക്കിയയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. നമ്മൾ ഇതിന് മുന്നേ കുവൈറ്റിലായിരുന്നപ്പോഴും ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്ഥലമാണ് ഷോപ്പ് ചെയ്യാനായിട്ട്. അയ്യാ, കമ്പനിയുടെയും എല്ലാവർക്കും ഇഷ്ടമാണ് ഐക്കിയയിൽ പോരാൻ. ഓ, ഫുഡ് കഴിക്കാനാണോ നിനക്ക് ഐക്കിയ ഇഷ്ടം? സെയിൻസ്ബറീസിന് അപ്പുറത്താണെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെയിൻസ്ബറീസിൽ പോയതല്ലായിരുന്നോ? അപ്പുറത്താ, അവിടെയാ. അതുകൊണ്ട് ഇടക്കൊന്ന് പോയാൽ കണ്ടോ? ഇത് ഗാർഡൻ സെന്റർ അല്ലല്ലോ? ഗാർഡൻ സെന്റർ അപ്പുറത്തല്ലേ? ഒരുപാട് ചെടിയുണ്ടല്ലേ? ഇത് നമുക്ക് വീട്ടിലുണ്ടല്ലോ അല്ലേ? നമുക്ക് വീട് റിനോവേറ്റ് ചെയ്യുമോ, ഇവിടെ റിപ്പയർ ചെയ്യുമോ, എന്തെങ്കിലും ആവശ്യങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. ഞങ്ങൾ എല്ലായിടത്തൊന്നും കയറിയിട്ടില്ല, പക്ഷേ ഇവിടെ എല്ലാം നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ ഡയറക്ഷനിൽ പോയാൽ നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ കിട്ടുമെന്നൊക്കെ കേട്ടോ.
ഇവിടെ ഫ്ലവർ സീഡ്സ് ഉണ്ട്. So many seeds. Garden വെച്ച് ഇത് beautiful പപ്പിയ. അത് പിട്ടൻ പപ്പിയ. ഇത് റിയൽ പപ്പിയ അല്ല. റിയൽ പപ്പി അല്ല? റിയൽ പപ്പിയ അല്ല. പക്ഷേ ക്യൂട്ടാ അല്ലേ? ഡാഫഡിൽസ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കുറേ നാളെ വിചാരിക്കുന്നുണ്ട് മേടിക്കണമെന്ന്. എത്ര പൗണ്ട് ഉണ്ട് ഇവിടെ? ഇതിന് എത്രയാ? 4 ആണെന്ന് തോന്നുന്നു. സൈഡിലുണ്ട്, അപ്പുറത്തെ സൈഡിലുണ്ട്. 4 പൗണ്ട്. 3 10 പൗണ്ട്. അറിയാമോ എന്താണ് ഇത്? ബൾബ്. ബൾബ്. ഇവിടെ ഗാർഡൻ സെൻറ്ററിൻ്റെ ഒരു സൈഡിൽ ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ അതിൻ്റെ എന്താ കുറച്ചുകൂടെ ചീത്തയായി വരുന്നത് ഇതുകൊണ്ടായിരിക്കും അങ്ങനെ ഇട്ടേക്കുന്നത്. പക്ഷെ എന്നാലും ആ ചെടികളൊക്കെ നല്ലതാണ്, ഒരുപാട് മോശമൊന്നുമല്ല. ഇലയുള്ളത് ഇവിടെയുണ്ട്, ഇത് കണ്ടോ? അത് ചെറി. അത് ഗ്രീൻ ആപ്പിളാണ്. നല്ല പൂവല്ലേ അതിൻ്റെ? എന്താണ്? നമ്മുടെ ഗാർഡനിലെ സ്റ്റോറേജ്, ഗാർഡനിലെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയൊരു സ്റ്റോറേജ് ആയിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചല്ലേ, റാഞ്ചിയിൽ നിന്ന് മേടിച്ചല്ലേ? വേറെ കളർ ഉണ്ടെങ്കിൽ വെള്ളം എല്ലാം ഉണ്ടെങ്കിൽ വാങ്ങിക്കാറുണ്ട്. ഇത് ഫ്ലവർ ഇല്ലല്ലോ അറിയാനേ. അതിൽ പടം ഉണ്ടല്ലോ. ഏതാണോ വൈറ്റ്? ഇത് നമ്മുടെ നാട്ടിൽ ഉള്ളതാണോ ഇങ്ങനെ അറ്റം ചുമലാകുന്ന ടൈപ്പ്? അതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു നാട്ടിലിത്. എല്ലാം ചെറിയ പൊടി ആയിട്ടുള്ള ഇലയത്. ഒരു സമയത്ത് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു ഇത്. ഒരു പിങ്ക് അസാലിയ വാങ്ങിക്കുവാണ് നമ്മൾ. കഴിഞ്ഞ ദിവസം പിങ്ക് അല്ല റെഡ്, കഴിഞ്ഞ ദിവസം പിങ്ക് മേടിച്ചു. ഇപ്പോൾ ഒരു റെഡും പിന്നെ ഒരു വൈറ്റും ഉണ്ട് ഇവിടെ. അത് വൈറ്റ് ഇവിടെ ഉണ്ട്. നല്ല നോക്കി പറഞ്ഞാൽ എടുക്കാന്ന്. ഇവിടെ എത്ര റേറ്റ്? എത്ര നേരം? ഇതിന് 5 ഉള്ളൂ, ഇതിന് 7 ആണ്. ഓ, വൈറ്റ് ആയതുകൊണ്ടായിരിക്കും 7. അതേത് കളറാ? പിങ്ക്. മുകളിൽ കുറച്ചുകൂടെ നല്ല വലിപ്പമുള്ള പൂവുള്ള വൈറ്റ് ഉണ്ടല്ലോ. ഇതിന്റെ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിറച്ച് മുട്ടുണ്ടല്ലേ? എല്ലാത്തേലും തന്നെ ഉണ്ട്. ഇനിയിപ്പം
ഇതൊക്കെ പോവാതെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഉണ്ടാവും. ഒരു പ്രാവശ്യം വാങ്ങിച്ചു വെച്ചാൽ മതി. ഇവിടെ റോസ് അല്ലേ? നമുക്ക് ഫെൻസിങ്ങിനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വുഡിൻ്റെ ഇവിടെ പല ടൈപ്പ് ഉള്ളതുണ്ട്. നമ്മൾ ഗാർഡനൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണമെങ്കിലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ഗാർഡനിലേ ക്ലൈംബ് ചെയ്ത് പോകുന്ന എന്തെങ്കിലും ട്രീസോ പ്ലാന്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇതിന് കയറി പോകാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. ഇതുണ്ട് ഇവിടെ ഒരുപാട് വുഡിൻ്റെ ടൈപ്പ് സാധനങ്ങളുണ്ട്. പല ടൈപ്പിലുള്ളതുണ്ട് കേട്ടോ. അത് കണ്ടോ? ആ, ഇത് മറ്റേ പുറത്ത് വെക്കുന്ന ഇതല്ലേ? ടു എക്സ്പെൻസീവ്. കമ്പോസ്റ്റിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇവിടെ. ഉണ്ട് പോട്ടി മിക്സ് എല്ലാം ഉണ്ട്. ലിറ്ററിൻ്റെ 3 for 15. We're fully out of it, all wet on the weekend, I'm afraid. ലൈറ്റിൻ്റെ സ്വിച്ചിൻ്റെ ഒക്കെ ഒരുപാട് ആക്സസറീസിൻ്റെ ഒരു നല്ലൊരു ഇതുണ്ട് കേട്ടോ ഇവിടെ. പല ടൈപ്പ് ഉണ്ട് ഇവിടെ. പിന്നെ ലൈറ്റ്സ്, ഒരുപാട് ഹാങ്ങിങ് ലൈറ്റ്സും ഗാർഡൻ ലൈറ്റ്സും എല്ലാം നല്ല കളക്ഷനാണ് ഇവിടെ. എന്താ അത്? സോളാർ പവർഡ് ലൈറ്റ്. നമ്മളിവിടെ ചെടിയുടെ ഇടയ്ക്ക് സോളാർ പവർഡ് ഫൗണ്ടൻ വെച്ചിട്ടില്ലേ, അതുപോലെ സണ്ണുള്ളപ്പം ഇതിനകത്ത് രാത്രി കത്തത്തുള്ളായിരിക്കും അല്ലേ? ഇപ്പം പകല് കത്തിയിട്ട് കാര്യമില്ലല്ലോ, സ്റ്റോർ ചെയ്യുമായിരിക്കും. അപ്പം അത് സോളാർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സൺലൈറ്റ് അബ്സോർബ് ചെയ്ത് ചാർജ് ചെയ്തിട്ട് രാത്രി കത്തും. നമ്മുടെ ആ ഫൗണ്ടനും അതുപോലെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. രാവിലെ അബ്സോർബ് ചെയ്തിട്ട് നല്ല ലൈറ്റ് അല്ലേ? ഇത് കണ്ടോ? മറ്റേ ഐക്യയിലൊക്കെ ഉള്ള പോലെ തിരിച്ച് നമ്മൾ തന്നെ എടുക്കാനാണെന്ന് തോന്നുന്നു. നമ്പറാണ് തോന്നുന്നു കൊടുത്തേക്കുന്നത്. എവിടെ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്?
അപ്പോൾ നമ്മൾ B&Qയിൽ പോയിട്ട് മെയിനായിട്ട് നമ്മൾ ഗാർഡൻ സെൻറ്ററിലാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കമ്പോസ്റ്റും പെർലൈറ്റും പിന്നെ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആക്ച്വലി B&Q ഭയങ്കര വാസ്റ്റാണ്, നമുക്ക് എല്ലായിടത്തൊന്നും കയറാൻ പറ്റിയില്ല. ബാത്റൂം, കിച്ചൺ, അങ്ങനെ ഓരോരോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള, അതിൽ വീട് പണിയിക്കുമ്പം എല്ലാം ആവശ്യമുള്ള പല സാധനങ്ങളും നമ്മൾ സ്വന്തമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലും വർക്കൊക്കെ നമുക്ക് ചെയ്യാനുണ്ടെങ്കിലോ അതിനൊക്കെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ശരിക്കും എല്ലായിടത്തും ഒന്നും കയറാൻ പറ്റിയില്ല. നമ്മൾ മെയിനായിട്ട് ഗാർഡൻ സെൻറ്ററിൽ പോകാനാണ് വന്നത്. അപ്പം നമ്മൾ കൂടുതലും ഗാർഡൻ സെൻറ്ററിലാണ് ടൈം സ്പെൻഡ് ചെയ്തത്. പിന്നെ ജസ്റ്റ് കുറച്ചൊക്കെ ഒന്ന് കയറി ഇറങ്ങി നടന്ന് കണ്ടു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Bye.